Good morning, Jasmine. Good morning, teacher. Okay, Good morning, teacher. good morning. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഓപ്പറേഷൻ തിയേറ്റർ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ അതിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ലാബ് ആൻഡ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ്, ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചാണ്, അവിടെ വേണ്ട ചില ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ജാസ്മിൻ? എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? It refers to the degree of adherence to pre-established criteria or standards. ഓക്കെ, കീ പെർഫോമൻസ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന്റെ മറ്റൊരു പേരെന്താണ്? Key performance കീ indicators. പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്ലിയർ ആണോ? അതായത് ഒരു ഓർഗനൈസേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ പെർഫോമൻസിനെ പറ്റി വിലയിരുത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആയോ? Yes, teacher. അപ്പോ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽസിന് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിലാണ്. നാബ് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് നാബ് ചില സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ആ ഇൻഡിക്കേറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്താലാണ് അല്ലെങ്കിൽ ഫോളോ ചെയ്താൽ മാത്രമാണ് ആ ഹോസ്പിറ്റൽസിന് അക്രഡിറ്റേഷൻ നൽകുന്നത്. അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാണ് നാബ് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നാബ് നിർദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ്സ്? ഓക്കെ, നമുക്ക് നോക്കാം. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറേഴ്സ് 1000 ഇൻവെസ്റ്റിഗേഷൻസ്. എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ എന്താണ്? റേഡിയോളജി അതായത് രോഗനിർണയത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, ഒരു മെഡിക്കൽ ബ്രാഞ്ച് ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എക്സ്റേ, CT സ്കാൻ ഒക്കെ എടുക്കില്ലേ നമ്മള്, അതാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് 2 വിങ്സ് ഉണ്ടെന്നാ പറയുന്നത്. ഏതൊക്കെയാണ് 2 വിങ്സ്? അതായത് രോഗനിർണയത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ബ്രാഞ്ച് ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതിന് 2 വിങ്സ് ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഏതൊക്കെയാണ്? റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി. റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി. റേഡിയോ ഡയഗ്നോസിസിൽ എന്താണ്? രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയുള്ള, രോഗനിർണയവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോ ഡയഗ്നോസിസ്. നമ്മൾ എക്സ്റേ എടുക്കില്ലേ, CT സ്കാൻ, അൾട്രാസൗണ്ട്, ക്ലിയർ ആണോ? രോഗം ഏതാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി, രോഗം നിർണ്ണയിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് റേഡിയോ ഡയഗ്നോസിസ്. റേഡിയോ തെറാപ്പി എന്താണ്? ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോ തെറാപ്പി. ഓക്കെ, അത് ക്ലിയർ ആയോ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് 2 വിങ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? Radio diagnosis. റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി. റേഡിയോ ഡയഗ്നോസിസിൽ എന്താ ചെയ്യുന്നത്? രോഗനിർണയം നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോ ഡയഗ്നോസിസ്. ഓക്കെ, ദെൻ റേഡിയേഷൻ തെറാപ്പി എന്താണ്? ക്യാൻസർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോ അവിടുത്തെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ നാബ് ചെക്ക് ചെയ്യുന്നത്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറേഴ്സ് 1000 ഇൻവെസ്റ്റിഗേഷൻസ്. 1000 ഇൻവെസ്റ്റിഗേഷൻസിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇറേഴ്സ്, അതിന്റെ നമ്പർ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എന്തൊക്കെ ഇറേഴ്സ് ഉണ്ടാവാം ലാബിലോ അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോ? എന്തൊക്കെ ഇറേഴ്സ് വരാം? നമുക്കറിയാം ലാബില് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സാമ്പിൾസ് ഡെയിലി എത്താറുണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് എത്താറുണ്ട് സാമ്പിൾസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ സാമ്പിൾസ് ചിലപ്പോൾ അതിന്റെ മാറിപ്പോകാം, സാമ്പിൾസ് തമ്മിൽ മാറിപ്പോകാം. ഓക്കെ, അല്ലെങ്കിൽ റിസൾട്ട് തമ്മിൽ മാറിപ്പോകാം. അങ്ങനെ ഇൻസിഡൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുണ്ടാവുന്ന ഇറേഴ്സിന്റെ, ഇത്തരത്തിലുണ്ടാവുന്ന മിസ്റ്റേക്സിന്റെ നമ്പർ അവിടെ ഒരു ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ്, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറേഴ്സ്. Then the next one is റേറ്റ് ഓഫ് റീഡേഴ്സ്. എന്താണ് റേറ്റ് ഓഫ് റീഡേഴ്സ് എന്ന് പറയുന്നത്?
ചില ടൈമിൽ ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ഈ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ഏതൊക്കെയാണ്? ചിലപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച സാമ്പിൾ മിസ്സാകുന്നതിലൂടെയോ, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് പൊട്ടുന്നതിലൂടെയോ, അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെക്കില്ല, റിസൾട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ ഡാറ്റ മിസ്സാകുന്നതിലൂടെയോ നമുക്ക് വീണ്ടും ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടായാലും നമുക്ക് വീണ്ടും നമ്മൾ ഈ സാമ്പിൾസ് വീണ്ടും കളക്ട് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ഓക്കെ, വീണ്ടും ആ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അതിന്റെ നമ്പറും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ആക്ഷൻസിന്റെ നമ്പറും ഇവിടെ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ആ 2 പോയിന്റ് ക്ലിയർ ആയോ? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറേഴ്സും നമ്പർ ഓഫ് റീഡേഴ്സും ക്ലിയർ ആണോ? Yes, teacher. Then the third one is percentage of laboratory reports correlating with clinical diagnosis. എന്താണ് അതിൽ പറയുന്നത്? ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട ലബോറട്ടറി റിപ്പോർട്ട്സുകളുടെ പെർസെൻറ്റേജ്. ഓക്കെ, ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലബോറട്ടറി റിപ്പോർട്ട്സുകളുടെ പെർസെൻറ്റേജും ഒരു ഫാക്ടറാണ്. ഓക്കെ, ഒരു ഇൻഡിക്കേറ്റർ ആണ്. നെക്സ്റ്റ് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് അഡ്ഹറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. ചില പ്രിക്കോഷൻസ് നമ്മുടെ വർക്കേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫേഴ്സ് പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, പെർസെൻറ്റേജും അതിന്റെ പെർസെൻറ്റേജും, അതായത് ഡയഗ്നോസിസ് പ്രോസസ്സിൽ വർക്കേഴ്സ് കീപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ചില പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട്. ആ പ്രിക്കോഷൻസ് പാലിക്കുന്നതിന്റെ ശതമാനവും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, നമ്മൾ ലാബിൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസ് വെയർ ചെയ്യണം എന്നൊക്കെ പറയാറില്ല. ചില പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. ആ പ്രിക്കോഷൻസ് പാലിക്കുന്നതിന്റെ പെർസെൻറ്റേജും ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഏതൊക്കെയായിരുന്നു? റേഡിയോളജി അല്ലെങ്കിൽ ലാബ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഏതായിരുന്നു? Number of reporting errors. നമ്പർ ഓഫ് എറേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്തായിരുന്നു? Rate of readers. റേറ്റ് ഓഫ് റീഡേഴ്സ് എന്താണ്? റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. റിപ്പീറ്റ് ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ ചില പ്രോസസ്സ് അല്ലെങ്കിൽ ചില ആക്ഷൻസ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരാം. ഇപ്പോൾ സാമ്പിൾസ് ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് അല്ലെങ്കിൽ ആ ഡാറ്റ മിസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് റീചെക്ക് ചെയ്യേണ്ടി വരാം. ഓക്കെ, അതിന്റെ നമ്പർ. ദെൻ ദ തേർഡ് വൺ ഈസ് Percentage of laboratory reports correlating with clinical diagnosis. ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട ലബോറട്ടറി റിപ്പോർട്ട്സിന്റെ പെർസെൻറ്റേജ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് Percentage of adherence to safety precautions by employees. വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ചില പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്. ഓക്കെ, എന്താണ് ഡയഗ്നോസിസ് പ്രോസസ്സിൽ ചില സെക്യൂരിറ്റീസ്, ചില സേഫ്റ്റി പ്രിക്കോഷൻസ് അവർ എടുക്കേണ്ടതാണ്. ഓക്കെ, അത് പാലിക്കുന്നതിന്റെ പെർസെൻറ്റേജും ഇവിടെ ഒരു ഫാക്ടർ ആണ്. ക്ലിയർ ആയോ പോയിന്റ്? ദെൻ ഫാർമസിയിൽ എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നാബ് പറയുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്? ഫാർമസിയിൽ എന്താണ്? പ്രിസ്ക്രിപ്ഷൻ ഇറർ. നമുക്കറിയാം പ്രിസ്ക്രിപ്ഷനിൽ ചിലപ്പോൾ ഇറർ ഉണ്ടാകാം. ഓക്കെ, ദെൻ എന്താണ്? ഡിസ്പെൻസിങ് ഇറർ. പ്രിസ്ക്രിപ്ഷനിലുള്ള ഇറർ പോലെ തന്നെ നമ്മൾ മരുന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരാൻ ചാൻസസ് ഉണ്ട്. അതിന്റെ പെർസെൻറ്റേജും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? Yes, teacher. Then the third one is percentage of incidence of hostile drug reaction. എന്താണ്? ലാമ ഡാമ എന്നൊക്കെ പറഞ്ഞ എന്താണ്? ലാമ. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പേഷ്യൻസിന് നമുക്ക് ഈ നമ്മുടെ മെഡിക്കേഷനിലൂടെ ചില റിയാക്ഷൻസ് അല്ലെങ്കിൽ ചില ഇൻസിഡൻസ് ഒക്കെ, ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഒരു ആഫ്റ്റർ എഫക്ട്സ് പോലെ. ഓക്കെ, അപ്പൊ അതിന്റെ പെർസെൻറ്റേജും ഇവിടെ ഒരു ഫാക്ടർ ആണ്. ക്ലിയർ ആയോ? Yes, teacher. Then percentage of medication chart with error prone abbreviations. അപ്പൊ ഹോസ്പിറ്റൽസിൽ, ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽസിൽ QD, ഓക്കെ, ഒരു അബ്രീവിയേഷൻ ഫോം ആണ്, ചുരുക്കെഴുത്താണ്. ഓക്കെ, QD എന്ന് പറഞ്ഞാൽ ഡെയിലി എന്നാണ് മീൻ ചെയ്യുന്നത്. QID എന്ന് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ഓക്കെ, QID എന്ന് പറഞ്ഞാൽ 4 times ഡെയിലി 4 പ്രാവശ്യം. അതായത് പ്രിസ്ക്രിപ്ഷൻ മരുന്ന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചില ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫാർമസിയിലൊക്കെ ചില ഇങ്ങനത്തെ ഫോംസ്, അബ്രീവിയേഷൻ ഫോംസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ QD എന്നാണെങ്കിൽ ആ മരുന്ന് ഡെയിലി കഴിക്കണം എന്നാണ്. QID എന്നാണെങ്കിലോ
4 times ഡെയിലി 4 പ്രാവശ്യം കഴിക്കണം എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ചിലപ്പോ ഐ ഇടാൻ മറന്നുപോയി, എന്തായത് QD ആയില്ലേ? അപ്പൊ അത് ഡെയിലി കഴിക്കണം എന്നല്ലേ നമ്മുടെ പേഷ്യന്റ് വിചാരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ്, അതിന്റെ പേഴ്സൻറ്റേജും ഒരു ഫാക്ടറാണ്. ക്ലിയർ ആയോ എന്താണെന്ന്? മെഡിക്കേഷൻ ചാർട്ടിൽ ഉണ്ടാവുന്ന ഇറർ പ്രോൺ അബ്രീവിയേഷൻ ക്ലിയർ ആയോ? Yes, teacher. ഓക്കെ. Then percentage of drugs and consumable obtained by local purchase. ലോക്കൽ പർച്ചേസിലൂടെ നമ്മൾ ലഭിക്കുന്ന മരുന്നുകളും അല്ലെങ്കിൽ മറ്റു വസ്തുക്കളും അതിന്റെ പെർസെൻറ്റേജ്. ഓക്കെ, പർച്ചേസ് ചെയ്യുന്ന മരുന്നുകളുടെ വിവരങ്ങൾ, അതിന്റെ പെർസെൻറ്റേജ്. Then the 7th one എന്താണ്? ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് വേരിയേഷൻ ഫ്രം ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്. പ്രൊക്യൂർമെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിൻസ് ടോട്ടൽ ആയിട്ടാണ്, മൊത്തമായിട്ടാണ് വാങ്ങിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ സംഭരിച്ച് വെക്കുമ്പോൾ, ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാവുന്ന വേരിയേഷൻസ്. ഓക്കെ, ആ വേരിയേഷന്റെ പെർസെൻറ്റേജും ഇവിടെ ഒരു ഫാക്ടറാണ്. ക്ലിയർ ആയോ? ഫാർമസി ക്ലിയർ ആയോ? എന്താണ് ഫാർമസിയിൽ പറയുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്? പ്രിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്ന എറർ, ഡിസ്പെൻസിംഗിൽ ഉണ്ടാവുന്ന എറർ, പിന്നെന്തൊക്കെയാണ്? ഈ പേഷ്യൻസിന് ഈ ആഫ്റ്റർ എഫക്ട്സ്, ഈ മെഡിക്കേഷൻ സ്വീകരിച്ചതിലുണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സ്, പിന്നെന്തൊക്കെയാണ്? മെഡിക്കേഷൻ ചാർട്ടിൽ ഉണ്ടാവുന്ന എറർ, അതിന്റെ ഇത്തരത്തിലുള്ള പെർസെൻറ്റേജ്, ഇത്തരത്തിലുള്ള ഈ കേസസിന്റെ പെർസെൻറ്റേജ് നമ്മുടെ നാബ് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഫ്രണ്ട് ഓഫീസിലോട്ട് പൊക്കോട്ടെ. Okay, teacher. എന്താണ് ഫ്രണ്ട് ഓഫീസ്? എന്താണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്? എന്താണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു? എന്തായിരുന്നു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്? ഷാരോൺ, എന്താണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസപ്ഷൻ. എന്തോ ക്ലിയർ ആയില്ല ഷാരോൺ? എന്താണ് ജാസ്മിൻ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? Customer facing. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? Front office. ഓക്കെ, അപ്പൊ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലെ ചില ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ഈ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഷാരോൺ? ഔട്ട് പേഷ്യന്റ് പുറത്തുനിന്ന് വരുന്ന രോഗികള്. ഓക്കെ, ജാസ്മിൻ എന്താണ് ഔട്ട് പേഷ്യന്റ്? കൺസൾട്ട് ചെയ്യാൻ വരുന്ന ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ. അഡ്മിറ്റ് ചെയ്യേണ്ട, അതല്ലേ? കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്ന പേഷ്യൻസ് ആണ് ഔട്ട് പേഷ്യൻസ്. ഓക്കെ, ഇങ്ങനെ വരുന്ന ഔട്ട് പേഷ്യൻസ് ആരുമായിട്ട് ആദ്യം മീറ്റ് ചെയ്യുന്നത് ആരെയാണ്? നമ്മൾ ഫ്രണ്ട് ഓഫീസിലാണെന്ന് പറഞ്ഞല്ലേ? അപ്പോ ഇതില്ലേ, അവർ സാറ്റിസ്ഫൈ ആണോ? അവർ ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസിലും അവർ സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, അതിന്റെ റേറ്റ്. പിന്നെ എന്താണ്? വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. ഒരു ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് എത്ര ടൈം വെയിറ്റ് ചെയ്യണം? ഓക്കെ, ആ വെയിറ്റിംഗ് ടൈമും ഒരു ഫാക്ടറാണ്. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് എവിടെയാണ്? ഫ്രണ്ട് ഓഫീസിലാണ് അല്ലേ? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. ഒരു ഡോക്ടറിനെ കൺസൾട്ടേഷന് വേണ്ടി അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുക്കുന്നത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അപ്പൊ അവിടെ എത്ര ടൈം ഒരു പേഷ്യന്റ് വെയിറ്റ് ചെയ്യണം? ഈ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഒരു പേഷ്യന്റിന് എത്ര ടൈം വെയിറ്റ് ചെയ്യണം? ആ ടൈം. ഓക്കെ, ആ വെയിറ്റിംഗ് ടൈമും ഒരു ഇൻഡിക്കേറ്റർ ആണ്. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, ഫ്രണ്ട് ഓഫീസ് ഓക്കെ ആണോ? ദെൻ MRD. എന്താണ് MRD? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റൽസിലെ കുറിച്ച് മെഡിക്കൽ റിപ്പോർട്ട്സ്, പേഷ്യന്റിനെ സംബന്ധിച്ച് കുറച്ച് റിപ്പോർട്ട്സുകൾ അവർ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, പെർസെൻറ്റേജ് ഓഫ് മെഡിക്കൽ റിപ്പോർട്ട്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. അപ്പൊ മെഡിക്കൽ റിപ്പോർട്ട്സിൽ എന്തൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്? മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തൊക്കെ കീപ്പ് ചെയ്യണം? ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലേ? രോഗനിർണയം, രോഗത്തെ പറ്റി, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡിൽ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിസ്ചാർജ് സമ്മറി, ഡിസ്ചാർജ് സമ്മറിയും നമ്മൾ ഇതിൽ കീപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇങ്ങനെ വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറിയുള്ള മെഡിക്കൽ റെക്കോർഡ്സിന്റെ പെർസെൻറ്റേജ്. ഓക്കെ, വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. അപ്പം ഡിസ്ചാർജ് സമ്മറി
പിൻ ചെയ്യാത്ത മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവാം, അതിന്റെ പെർസെൻറ്റേജ്. ക്ലിയർ ആയോ? Percentage of medical records without discharge summary. Then the second one is percentage of medical records not having ICD coding. ICD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഓക്കെ, ഈ ICD കോഡ് നൽകുന്നത് എന്തിനാണ്? ഈ ICD കോഡ് നമുക്ക് ചെക്ക് ചെയ്താൽ ലോകത്ത് എവിടെയുള്ള മനുഷ്യരുടെയും രോഗങ്ങളെ കുറിച്ചും അതിന്റെ വ്യാപ്തി, അതിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഈ ICD കോഡ് ചെക്ക് ചെയ്യുന്നതിലൂടെ ലോകത്തിൽ എവിടെയുള്ള ആളുകളുടെയും പേഷ്യൻസിന്റെയും രോഗത്തെ പറ്റിയും അല്ലെങ്കിൽ ആ രോഗം വരാനുള്ള കാരണത്തെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ ICD കോഡ് പിൻ ചെയ്യാത്ത മെഡിക്കൽ റെക്കോർഡ്സിന്റെ പെർസെൻറ്റേജ്. എന്താണ് ICD കോഡ് എന്ന് മനസ്സിലായി? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഈ കോഡ് സെറ്റ് ചെയ്യാത്ത മെഡിക്കൽ റെക്കോർഡ്സിന്റെ പെർസെൻറ്റേജ്. ക്ലിയർ ആണോ ജാസ്മിൻ, ഷാരോൺ? നെക്സ്റ്റ് വൺ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഇംപ്രോപ്പർ കോൺസെന്റ്. എന്താണ് കോൺസെന്റ്? നമ്മളിപ്പോ ചിലപ്പോ സർജറി ടൈമിലേക്ക് നമ്മൾ കോൺസെന്റ് സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നേക്കാം, സമ്മതപത്രമൊക്കെ കൊടുക്കേണ്ടി വന്നേക്കാം. അത്തരം ഇംപ്രോപ്പർ ആയിട്ടുള്ള കോൺസെന്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സിന്റെ പെർസെൻറ്റേജ്. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സ്. നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ്സ് ഹോസ്പിറ്റൽസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ചില സിറ്റുവേഷൻസിൽ അത് മിസ്സായി പോകാറുണ്ട്. അത്തരം മിസ്സായി പോകുന്ന ഹോസ്പിറ്റൽസിലെ അത്തരം മിസ്സായി പോകുന്ന റിപ്പോർട്ട്സിന്റെ, മെഡിക്കൽ റിപ്പോർട്ട്സിന്റെ പെർസെൻറ്റേജ്. ഓക്കെ, ഫർദർ ചെക്കപ്പിന് എത്തുന്ന പേഷ്യൻസിന് ഈ മെഡിക്കൽ റിപ്പോർട്ട്സ് വളരെ അത്യാവശ്യമാണ് അല്ലേ? അപ്പൊ ഇത്തരം മിസ്സായി പോകുന്ന മെഡിക്കൽ റിപ്പോർട്ട്സിന്റെ, മെഡിക്കൽ റെക്കോർഡ്സിന്റെ പെർസെൻറ്റേജും ഒരു ഇൻഡിക്കേറ്റർ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? Then bed occupancy rate. എന്താണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ്? ഹോസ്പിറ്റലില് ടോട്ടൽ നമ്പർ ഓഫ് ബെഡില് എത്ര എണ്ണം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എത്ര എണ്ണം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോ? ഓക്കെ, ഹോസ്പിറ്റൽസില് ടോട്ടൽ നമ്പർ ഓഫ് ബെഡ് ഉണ്ട്, ആ ബെഡില് എത്ര ബെഡ് പേഷ്യന്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. ഓക്കെ, ദെൻ ലെങ്ത് ഓഫ് സ്റ്റേ. ഒരു പേഷ്യന്റ് എത്ര ദിവസം ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്, അഡ്മിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് മോർട്ടാലിറ്റി റേറ്റ്? എന്താണ് മോർട്ടാലിറ്റി റേറ്റ്? ജാസ്മിൻ, മോർട്ടാലിറ്റി റേറ്റ് എന്താണ്? ഷാരോൺ, എന്താണ് മോർട്ടാലിറ്റി റേറ്റ്? മരണനിരക്ക്. മരണനിരക്ക്, മോർട്ടാലിറ്റി റേറ്റ്. Then proportional maternal mortality rate എന്താണ്? മാതൃ മരണനിരക്ക്. ഓക്കെ, പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്? ശിശു മരണനിരക്ക്. ഈ റേറ്റുകളും എല്ലാം, ഈ റേറ്റ്സും എല്ലാം, ഇതിന്റെ നമ്പേഴ്സും എല്ലാം ഒരു ഇൻഡിക്കേറ്റർ ആണ്, ഒരു ഫാക്ടർ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? എന്തൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡിൽ കീപ്പ് ചെയ്യേണ്ടത്? മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ടീച്ചർ 8th പോയിന്റ് ഒന്നുകൂടെ പറയാമോ? പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് മീൻസ് മാതൃമരണ നിരക്ക്. ഓക്കെ, ദെൻ പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താ? ശിശു മരണ നിരക്ക്. ഓക്കെ, ഓക്കെ, അപ്പോ അത് ക്ലിയർ ആണോ? യെസ് ടീച്ചർ, ക്ലിയർ ആണ്. ഓക്കെ, ദെൻ HRM. എന്താണ് HRM? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. HRM അതില് എന്താണ്? ഒരു ഓർഗനൈസേഷന് തടസ്സമില്ലാത്ത എല്ലാ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, രോഗികളുടെയും പേഷ്യൻസിന്റെയും എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പോ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കേണ്ട ചില ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. അതിന്റെ പെർസെൻറ്റേജ് എന്താണ്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന, ഒരു HRM പ്രൊവൈഡ് ചെയ്യുന്ന, വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ നീഡ്സും ഒക്കെ, അവരുടെ ഫെസിലിറ്റീസിലൊക്കെ അവർ സാറ്റിസ്ഫൈഡ് ആണോ? അപ്പോൾ അത്തരത്തിലുള്ള എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ റേറ്റ്.
ഒരു ഫാക്ടറാണ്, ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ദെൻ എംപ്ലോയി അട്രീഷൻ റേറ്റ്. എന്താണ് അട്രീഷൻ റേറ്റ് എന്ന് പറയുന്നത്? ചിലപ്പോ ചില എംപ്ലോയീസ് സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ഹോസ്പിറ്റൽസ് വിട്ടുപോകാറുണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽസ് നിന്നും ലീവ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള എംപ്ലോയീസിന്റെ റേറ്റ് മനസ്സിലായോ? സ്വമേധയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസ് കാരണമോ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകുന്ന എംപ്ലോയീസിന്റെ, വർക്കേഴ്സിന്റെ റേറ്റ് ആണ് എംപ്ലോയീസ് അട്രീഷൻ റേറ്റ്. ഓക്കെ, ക്ലിയർ ആയോ ഇത്? Yes, teacher. നെക്സ്റ്റ് എന്താണ്? എംപ്ലോയീസ് അബ്സെന്റീസം റേറ്റ്. എന്താണ്? എംപ്ലോയീസിന്റെ ആബ്സെന്റ് ആകുന്ന എംപ്ലോയീസിന്റെ റേറ്റ്. ചിലപ്പോൾ ചില പെർട്ടിക്കുലർ റീസൺ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കാരണമാലോ ഹോസ്പിറ്റൽസിൽ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത എംപ്ലോയീസിന്റെ റേറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? അത് എംപ്ലോയീസ് അബ്സെന്റീസം റേറ്റ്. അവർക്ക് എന്തെങ്കിലും ഒരു ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് വ്യക്തിപരമായ കാരണങ്ങളാലോ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന അത്തരം എംപ്ലോയീസിന്റെ റേറ്റ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ എന്താണ്? പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ഹു ആർ ഇൻഫോംഡ് ടു എംപ്ലോയീസ് റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീംസ്. എംപ്ലോയീസിന്റെ അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും അവരുടെ വെൽഫെയർ സ്കീമിനെ പറ്റിയൊക്കെ അറിയിച്ചിട്ടുള്ള എംപ്ലോയീസിന്റെ പെർസെന്റേജ്. എംപ്ലോയീസിന് ചില റെസ്പോൺസിബിലിറ്റീസ്, ചില റൈറ്റ്സ് ഉണ്ട്, അവർക്ക് ചില വെൽഫെയർ സ്കീംസ് ഒക്കെ ഉണ്ട് അവർക്ക്, അല്ലെ? അത്തരം എംപ്ലോയീസിന്റെ പെർസെന്റേജ്. ഓക്കെ, ക്ലിയർ ആണോ ഇത്? Then percentage of staff provided pre-exposure prophylaxis. Prophylaxis means നമ്മൾ എയ്ഡ്സിന് കൊടുക്കുന്ന ഒരു ആന്റിബയോട്ടിക്സ് ആണ് പ്രൊഫിലാക്സിസ്. അപ്പൊ അത്തരം പെർസെന്റേജ്, അത്തരം സ്റ്റാഫ്സിന്റെ, അത്തരം മരുന്നിന്റെ അല്ലെങ്കിൽ പ്രൊഫിലാക്സിസ്, പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസിന്റെ പെർസെന്റേജ്. ക്ലിയർ ആയോ? അപ്പൊ ഏതൊക്കെയായിരുന്നു HRM-ൽ വരുന്നത്? ക്ലിയർ ആയോ ജാസ്മിൻ, ഷാരോൺ? Yes, teacher. അപ്പൊ ഏതൊക്കെയാണ് ഇവിടെ വരുന്നത്? HRM-ൽ വരുന്ന ഫാക്ടേഴ്സ്, ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? Employee satisfaction index. എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ദെൻ എംപ്ലോയീസ് അട്രീഷൻ റേറ്റ്. എന്താണ്? സ്വന്തം ഇഷ്ടപ്രകാരം നിന്ന് വിട്ടുപോകുന്ന എംപ്ലോയീസിന്റെ നമ്പർ, അതിന്റെ റേറ്റ്. ഓക്കെ, എംപ്ലോയീസ് അബ്സെന്റീസം റേറ്റ് എന്തായിരുന്നു? വ്യക്തിപരം പറഞ്ഞോളൂ. ആബ്സെന്റ് ആവുന്ന എംപ്ലോയീസിന്റെ റേറ്റ്. ഓക്കെ, എന്തെങ്കിലും അസുഖത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു കാരണത്താലോ ആബ്സെന്റ് ആകുന്ന, റിപ്പോർട്ട് ചെയ്യാൻ, ജോലിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത എംപ്ലോയീസിന്റെ റേറ്റ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? HRM ക്ലിയർ ആയോ? ക്ലിയർ ആ മിസ്. ദെൻ ഡിസ്ചാർജ് സമ്മറി. അതിലെന്തൊക്കെയാണ് വരുന്നത്? ഡിസ്ചാർജ് സമ്മറി നമുക്കറിയാം. ഡിസ്ചാർജ് സമ്മറി എടുക്കേണ്ട ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് എടുക്കുന്ന ടൈം. ഹോസ്പിറ്റൽസിൽ വളരെയധികം ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം ഡിസ്ചാർജ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അല്ലേ? അപ്പൊ ഈ ഡിസ്ചാർജിന് എടുക്കുന്ന ടൈം, അതും ഒരു ഫാക്ടർ ആണ്. ദെൻ ദ നെക്സ്റ്റ് വൺ എന്താണ്? ഓക്കെ, ആ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ ഡിസ്ചാർജ് സമ്മറിയിൽ. എന്താണ്? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് എടുക്കുന്ന ടൈം. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് വൺ എന്താണ്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഏതാ വരുന്നത്? അതിലെ കീ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. എന്താണ് ബ്രേക്ക് ഡൗൺ ടൈം? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ചില എക്യുപ്മെന്റ്സ് നമുക്ക് ചിലപ്പോൾ ചില കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടാകാറുണ്ട്. എക്യുപ്മെന്റ്സിന് കംപ്ലൈന്റ് സംഭവിച്ചേക്കാം. ആ എക്യുപ്മെന്റ്സ് തകരാറിലാകുന്ന ആ സമയം മുതൽ അത് എന്താണ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെ, അത് കംപ്ലൈന്റ് പ്രവർത്തനക്ഷമമാകുന്ന ആ സമയം വരെ, അതിന് അത്രയും ആ ലോങ് പീരീഡിൽ ആ ഒരു ഡ്യൂറേഷൻ ഇല്ലേ, അത് കംപ്ലൈന്റ് ആയ ടൈം മുതൽ അത് നന്നാക്കുന്ന ടൈം വരെ, ആ ടൈമിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറയുന്നത്. തകരാറിലാകുന്ന ആ ടൈം മുതൽ അത് പ്രവർത്തനക്ഷമമാകുന്നത് വരെയുള്ള ടൈമിനെയാണ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ഓക്കെ,
നെക്സ്റ്റ് വൺ എന്താണ്? എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. എന്താണ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റിൽ പറയുന്നത്? ജാസ്മിൻ, ഷാരോൺ, ക്ലിയർ ആകുന്നില്ലേ? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം ക്ലിയർ ആയോ? ബ്രേക്ക് ഡൗൺ ടൈം എന്താണ് ജാസ്മിൻ? ചില എക്യുപ്മെന്റ്സ് എല്ലാം തകർന്നു പോകും. അപ്പൊ അത് ചില കംപ്ലൈന്റ്സ് വരാറുണ്ട് അല്ലെ? അപ്പൊ കംപ്ലൈന്റ്സ് മാറ്റാൻ എടുക്കുന്ന ടൈം. പിന്നെന്താണ് നെക്സ്റ്റ്? എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. അതെന്താണ് അതിൽ പറയുന്നത്? ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ രോഗനിർണയം നടത്തുന്നതിനൊക്കെ നമ്മൾ എക്യുപ്മെന്റ്സിന്റെ നെസസിറ്റി ഉണ്ട് അല്ലെ? അതിന്റെ എഫിഷ്യൻസിയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ രോഗനിർണയം നടത്താനും ഒക്കെ ഉപയോഗിക്കുന്ന ഈ എക്യുപ്മെന്റ്സിന്റെ നെസസിറ്റി അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസി അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് ക്ലിയർ ആയോ? അപ്പൊ ഏതൊക്കെയായിരുന്നു? ഡിസ്ചാർജ് സമ്മറിയിൽ വരുന്നത് ഏതാണ്? ഷാരോൺ. എന്തോ ടൈം ടേക്കൻ ഫോർ ഡിസ്ചാർജ്. ടൈം. ഡിസ്ചാർജിന് എടുക്കുന്ന ടൈം. ടൈം. പിന്നെന്താണ്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെയാ വരുന്നത്? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ചില എക്യുപ്മെന്റ് കംപ്ലൈന്റ് ഒക്കെ വരാറുണ്ട്, അത് മാറ്റാൻ എടുക്കുന്ന ടൈം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് എന്താണ്? അത് പേഷ്യന്റിന് ട്രീറ്റ് ചെയ്യാനും രോഗനിർണയത്തിനും വേണ്ട ഇവാലുവേഷൻ ചെയ്യുന്ന ഒരു റേറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അത്രയും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ കീ ഇൻഡിക്കേറ്റേഴ്സ്, ഫാക്ടേഴ്സ് ആണ്, കീ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഹോസ്പിറ്റൽസിന് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് ചില എലിജിബിലിറ്റി, ചില യോഗ്യതകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് വേണ്ടത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോവിങ് റിക്വയർമെന്റ്സ്. ചില റിക്വയർമെന്റ്സ് അവർ സാറ്റിസ്ഫൈ ചെയ്യണം. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ചില റിക്വയർമെന്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണ്? Currently in operation as a healthcare provider should be about 50 beds. Since hospitals below 50 beds will come under SHCO standards. നമ്മളിത് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നാബ് ഒരു ഹോസ്പിറ്റൽസിന് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട്. ഏതൊക്കെയായിരുന്നു അത്? SHCO and HCO. എന്താണ് HCO? എന്താണ് HCO? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അതിലെന്താ പറയുന്നത്? മോർ ദാൻ 50 ബെഡ്സ്. മോർ ദാൻ 50 ബെഡ്സ് ഉണ്ടെങ്കിൽ അത്തരം ഓർഗനൈസേഷൻ ഏതാണ്? HCOയുടെ അണ്ടറിലാണ് വരുന്നത് അല്ലെ? HCOയിലാണ് വരുന്നത്. ദെൻ പിന്നെ SHCO എന്താണ്? ലെസ് ദാൻ 50 ബെഡ്സ്. ലെസ് ദാൻ 50 ബെഡ് ഉണ്ടെങ്കിൽ എന്താണ്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫാക്ടർ അവര് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. The hospital has the minimum volume of patients which will evaluate the quality of care given to the patients, which is presently 30%. അതായത് ഒരു ഹെൽത്ത് കെയറിന്റെ സർവീസിനെയൊക്കെ പ്രവർത്തനക്ഷമത നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള മിനിമം പേഷ്യന്റ് നമ്പർ എന്ന് പറയുന്നത് 30% ആണ്. ഓക്കെ, മിനിമം വോളിയം ഓഫ് പെർസെന്റേജ് എത്രയാണ്? 30%. ക്ലിയർ ആയോ? അത് ഹോസ്പിറ്റൽസിന് മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് എത്രയാണ്? 30%. ആ ഹോസ്പിറ്റൽസിന്റെ വോളിയത്തിന്റെ 30% ആയിരിക്കണം പേഷ്യൻസ് എങ്കിലും ഉണ്ടായിരിക്കണം മിനിമം ആയിട്ട്. ഓക്കെ, ദ ഓർഗനൈസേഷൻ ദാറ്റ് കമ്മിറ്റ്സ് to abide by NAB standards and applicable legal, statutory, regulatory requirements. എന്താ പറയുന്നത്? നാബിന്റെ എല്ലാ സ്റ്റാൻഡേർഡ്സും ഈ ഹോസ്പിറ്റൽസ് പാലിക്കാനായിട്ട് കമ്മിറ്റഡ് ആണ്. ഓക്കെ, നാബ് പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിക്കേണ്ടത് ആരാണ്? ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്നാലാണ് അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ അല്ലെ? അത് പാലിക്കേണ്ടത്, അത് അബൈഡ് ചെയ്യേണ്ടത്, പാലിക്കേണ്ടത്, അത് ഫോളോ ചെയ്യേണ്ടത് ഹോസ്പിറ്റൽസ് ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആയോ?
പിന്നെന്താ പറയുന്നത്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ബീൻ ഇംപ്ലിമെന്റഡ് നാബ് സ്റ്റാൻഡേർഡ്സ് ഇൻ ദ HCO ഫോർ എ മിനിമം ഓഫ് 3 months. അപ്പൊ നാബ് പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും എല്ലാ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സും ഒരു 3 months വരെയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഹോസ്പിറ്റൽസ്. ഓക്കെ, ക്ലിയർ ആയോ ഇത്? അപ്പൊ അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് പാരയിൽ എന്താ പറയുന്നത്, ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ ടു ബി യൂസ്ഡ് ബൈ ദ ഹോൾ ഓർഗനൈസേഷൻ ആൻഡ് നോട്ട് ഫോർ എ സർട്ടൻ സർവീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. Organizations provide multiple services and the standards are equally applicable to all services within the healthcare organizations. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഒക്കെ പഠിച്ചില്ലേ, ചില ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു. ഈ സ്റ്റാൻഡേർഡ്സ് ആ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള യൂസിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റൽ സർവീസിന് വേണ്ടി മാത്രമാണോ ഈ സ്റ്റാൻഡേർഡ്സ് പറയുന്നത്? ആ ഹോസ്പിറ്റൽസിന്റെ അല്ല ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള യൂസിന് വേണ്ടിയാണ് ഈ സ്റ്റാൻഡേർഡ്സ്, അല്ലാതെ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസിന് വേണ്ടി മാത്രമല്ല. ഓക്കെ, ഓർഗനൈസേഷൻ ഒന്നിലധികം സർവീസ്, ഓക്കെ, ധാരാളം സർവീസ് ഈ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ എല്ലാ സേവനങ്ങൾക്കും ഈ സ്റ്റാൻഡേർഡ്സ് ഒരുപോലെ ബാധകമാണ്. ഓക്കെ, ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസിനും ഈ സ്റ്റാൻഡേർഡ്സ് പാലിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ ഇത്? നമ്മൾ ചില ഡിപ്പാർട്ട്മെന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല ഈ സ്റ്റാൻഡേർഡ്സ് ഒതുങ്ങേണ്ടത്. എങ്ങനെയാണ് ആ ഹോസ്പിറ്റൽസിൽ മൊത്തമായിട്ടും അവർ പറയുന്ന നാബ് പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആ ഹോസ്പിറ്റൽ മൊത്തത്തിൽ പാലിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ജാസ്മിൻ, ഷാരോൺ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ചില ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു? നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന എറേഴ്സ്, റിപ്പോർട്ടിൽ ഉണ്ടാവുന്ന റിപ്പോർട്ട്സിൽ ഇറേഴ്സ് എങ്ങനെയൊക്കെ വരാം? ചിലപ്പോ ഈ റിപ്പോർട്ട്സ് മാറിപ്പോകുന്നതിലൂടെയോ, അല്ലെങ്കിൽ ബ്ലഡ് സാമ്പിൾസ് മാറിപ്പോകുന്നതിലൂടെയോ ഒക്കെ, അല്ലെങ്കിൽ റിസൾട്ട് മാറിപ്പോകുന്നതിലൂടെയോ ഒക്കെ മിസ്റ്റേക്സ് വരാം. ഈ മിസ്റ്റേക്സിന്റെ നമ്പർ. ദെൻ റേറ്റ് ഓഫ് റീഡസിൽ എന്താ പറയുന്നത്? ഷാരോൺ, റേറ്റ് ഓഫ് റീഡസ് എന്താണ്? റേറ്റ് ഓഫ് റീഡസിൽ പറയുന്നത് ചില സാമ്പിൾസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. എത്തരത്തിലാണ്? ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കാം സിറ്റുവേഷൻസ്? ഏതെങ്കിലും 2 സിറ്റുവേഷൻ പറയാമോ? ചിലപ്പോ നമ്മൾ എന്തോ പറഞ്ഞോളൂ. പോയിന്റ് പറഞ്ഞാൽ മതി. പെർസെന്റേജ് ഓഫ് ലാബോറട്ടറി റിപ്പോർട്ട് കറൻലേഷൻ വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആയി ബന്ധപ്പെട്ട പെർസെന്റേജ്. അല്ലടാ, ഞാൻ ചോദിച്ചത്, നമ്മൾ പറഞ്ഞു നേരത്തെ റേറ്റ് ഓഫ് റീഡസ് പറഞ്ഞല്ലേ, റിപ്പീറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. എപ്പോഴാണ് ഈ സാഹചര്യം വരുന്നത്? റീഡസ് റീചെക്ക് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്? ചിലപ്പോ ലാബില് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാമ്പിൾസിന്റെ കാര്യം പറഞ്ഞില്ലേ, ലാബില് സാമ്പിൾസ് ഡെയിലി കളക്ട് ചെയ്യാറുണ്ട്. ബ്ലഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എനി ബോഡി ഫ്ലൂയിഡ്സ് ആയിരിക്കാം. ഈ കളക്ട് ചെയ്ത് വെക്കുന്ന ഈ ബോഡി ഫ്ലൂയിഡ്സ് ചിലപ്പോൾ മിസ് ആകാറുണ്ട്, അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടില് ബ്രേക്ക് ആവാറുണ്ട്, പൊട്ടിപ്പോകാറുണ്ട്. അപ്പൊ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ റിസൾട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കില്ലേ കമ്പ്യൂട്ടറിൽ, അത് ചിലപ്പോൾ മിസ്സായി പോകാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ ഈ എഗെയിൻ നമ്മൾ ഈ സാമ്പിൾസ് വീണ്ടും എടുത്ത് റീചെക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ഓക്കെ, അതിന്റെ റേറ്റ് ആണ് റീഡസ്. ഓക്കെ, റേറ്റ് ഓഫ് റീഡസ്. ക്ലിയർ ആയത്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് ഏതാണ്? തേർഡ് എന്താണ്? പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. എന്താണ് അതിൽ പറയുന്നത്? ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലബോറട്ടറി റിപ്പോർട്ട്സുകളുടെ പെർസെന്റേജ്. ഓക്കെ, ഫോർത്ത് വൺ എന്തായിരുന്നു? പെർസെന്റേജ് ഓഫ് അഡ്ഹറൻസ് ടു നമ്മുടെ ഡയഗ്നോസിസ് പ്രോസസ്സിൽ ആ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ചില റൂൾസ് അല്ലെങ്കിൽ ചില സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതെല്ലാം പാലിക്കുന്നുണ്ടോ? ആ പാലിക്കുന്നതിന്റെ പെർസെന്റേജ്. ഓക്കെ,
ദെൻ ഫാർമസിയിൽ ഏതൊക്കെയാ വരുന്നത്? ഫാർമസിയിലെ ഏതെങ്കിലും ഒരു 3 ഇൻഡിക്കേറ്റേഴ്സ് പറയൂ ജാസ്മിൻ. ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എനി ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ ജാസ്മിൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ പറയൂ. ഷാരോൺ പറയൂ ഏതെങ്കിലും 3 ഡിസ്പെൻസിങ് ഇറർ, മരുന്ന് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധ്യതയുണ്ട്, അതിന്റെ പെർസെന്റേജ്. പിന്നെന്താണ്? ഏതെങ്കിലും പറഞ്ഞാൽ മതി. പെർസെന്റേജ് ഓഫ് പേഷ്യന്റ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻ ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ്സ് ഇവന്റ്, മരുന്നുകളുടെ വിവരങ്ങളും അതിന്റെ പെർസെന്റേജ്. Okay, then the third one. Percentage of drugs and consumable obtained by local purchaser. അതായത് മരുന്ന് കളക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ അതിന്റെ പെർസെന്റേജ്. ലോക്കൽ പർച്ചേസിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന മരുന്നുകളുടെയും മറ്റു വസ്തുക്കളുടെയും പെർസെന്റേജ്. ജാസ്മിൻ ഏതെങ്കിലും 3 ഇൻഡിക്കേറ്റേഴ്സ് പറയൂ റിലേറ്റഡ് ഫാർമസി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന, ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഫോളോ ചെയ്യേണ്ട ഇൻഡിക്കേറ്റേഴ്സിൽ ഏതെങ്കിലും 3 എണ്ണം പറയൂ ജാസ്മിൻ. ജാസ്മിൻ ആർ യു ദയർ? കേൾക്കുന്നില്ല ജാസ്മിൻ? ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു? പ്രിസ്ക്രിപ്ഷൻ എറർ വരാം അല്ലേ, അല്ലെങ്കിൽ ഡിസ്പെൻസിങ് എറർ, മരുന്ന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കാം. പിന്നെ ഏതാണ്? പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ്, ഡ്രഗ്സിന്റെ ആഫ്റ്റർ എഫക്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡൻസ്, അതിന്റെ പെർസെന്റേജ്. പിന്നെ പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രീവിയേഷൻസ്. എന്താണ് ഷാരോൺ പറയൂ? പ്രോൺ അബ്രീവിയേഷൻ എന്താണ്? മെഡിക്കേഷൻ ചാർട്ടിൽ എന്തൊക്കെ മിസ്റ്റേക്സ് വരാം? നമ്മൾ മെഡിക്കേഷൻ ചാർട്ടിൽ എന്താണ് നമ്മൾ ചില അബ്രീവിയേഷൻ ചുരുക്കെഴുത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ചില അബ്രീവിയേഷൻ ഫോം ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് മാറിപ്പോകാൻ ചാൻസസ് ഉണ്ട്. നേരത്തെ പറഞ്ഞില്ല എക്സാമ്പിൾ QD QID. QD മീൻസ് എന്താണ്? ഡെയിലി, ആ മരുന്ന് ഡെയിലി കഴിക്കണം എന്നാണ് QD ഡിനോട്ട് ചെയ്യുന്നത്. QID എന്താണ്? ദിവസത്തിൽ 4 നേരം ആ മരുന്ന് കഴിക്കണം എന്നാണ് QID. ഓക്കെ, QD ആണെങ്കിൽ ഡെയിലി ആ മരുന്ന് കഴിക്കണം. ഓക്കെ, QID ആണെങ്കിൽ 4 times ഡെയിലി ആണ്, 4 പ്രാവശ്യം കഴിക്കണം എന്നാണ്. അപ്പൊ ഇത് മാറിപ്പോലെ എന്താണ്? അതൊരു മിസ്റ്റേക്സ് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സിന്റെ മെഡിക്കേഷൻ ചാർട്ടിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള മിസ്റ്റേക്സിന്റെ പെർസെന്റേജ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ് പറഞ്ഞത്? അപ്പൊ ഫാർമസി ക്ലിയർ ആണോ ജാസ്മിൻ? ക്ലിയർ ആണെന്ന് കരുതുന്നു. ഫാർമസി ഓക്കെ. നെക്സ്റ്റ് ഏതായിരുന്നു? ഫ്രണ്ട് ഓഫീസ്. എന്താണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞല്ലേ? ഈ ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിലുള്ള പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, ആ സാറ്റിസ്ഫാക്ഷൻ റേറ്റ്. ഓക്കെ, ഔട്ട് പേഷ്യന്റുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ കോണ്ടാക്റ്റിൽ വരുന്നത് ആരാണ്? നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ മീൻസ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫാക്ഷൻ റേറ്റ്. പിന്നെന്താണ്? വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ നിന്നാണ് ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ ഒരു ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റിന് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ എത്ര ടൈം വെയിറ്റ് ചെയ്യണം? ഓക്കെ, അപ്പോയിന്റ്മെന്റിന് എടുക്കുന്ന ടൈം, ആ ടൈമും ഒരു ഫാക്ടറാണ്. എവിടെ വരുന്നതാണിത്? 2 ഇൻഡിക്കേറ്റേഴ്സും ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്? ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സും വെയിറ്റിംഗ് ടൈമും ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡിൽ ചില പേഷ്യന്റിനെ പറ്റിയുള്ള ചില വിവരങ്ങള്, ഓക്കെ, അവരുടെ രോഗത്തെ പറ്റിയുള്ള വിവരങ്ങള്, ഓക്കെ, മരുന്നിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നമ്മൾ
റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പോ ഡിസ്ചാർജ് സമ്മറി, ഓക്കെ, ഡിസ്ചാർജ് സമ്മറി ആക്കി അതിൽ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം മെഡിക്കൽ റെക്കോർഡ്സിൽ. അപ്പൊ ഈ ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം മെഡിക്കൽ റെക്കോർഡ്സിന്റെ പെർസെന്റേജ്. പിന്നെന്താണ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. എന്താണ് ICD കോഡിംഗ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഈ ICD കോഡിംഗ് നമുക്ക് ചെക്ക് ചെയ്താൽ ലോകത്ത് എവിടെയുള്ള മനുഷ്യർക്കും എന്തൊക്കെയാണ് അസുഖങ്ങൾ, ആ അസുഖങ്ങൾ എന്ത് കാരണമാണ് വന്നത്, ഓക്കെ, അതിന്റെ വ്യാപ്തി, അതിന്റെ രോഗകാരണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ ICD കോഡ് അപ്പോൾ നമ്മുടെ ഈ റെക്കോർഡിൽ കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ അറ്റാച്ച് ചെയ്തിട്ടില്ലാത്ത ഈ ICD കോഡിംഗ് സൂക്ഷിച്ചിട്ടില്ലാത്ത മെഡിക്കൽ റെക്കോർഡ്സുകളുടെ പെർസെന്റേജ്. ക്ലിയർ ആണോ ഇത്? പിന്നെന്താണ് പ്രോപ്പർ ആയിട്ടുള്ള കോൺസെന്റ് സ്വീകരിക്കാത്ത മെഡിക്കൽ റെക്കോർഡ്സ്, അത് പിൻ ചെയ്തിട്ടില്ലാത്ത മെഡിക്കൽ റെക്കോർഡ്സിന്റെ പെർസെന്റേജ്. പിന്നെന്താണ് പറയുന്നത്, മിസ്സിംഗ് ആയിട്ടുള്ള ചില റെക്കോർഡ്സ് ഒക്കെ മിസ്സാവാറുണ്ട്, അങ്ങനെ മിസ്സാകാൻ പാടില്ല, പക്ഷെ അങ്ങനെ മിസ്സായിട്ടുള്ള റെക്കോർഡ്സിന്റെയും പെർസെന്റേജ്. പിന്നെന്തായിരുന്നു ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്തായിരുന്നു? ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്തായിരുന്നു? ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ബെഡിന്റെ ടോട്ടൽ ബെഡിൽ എത്ര എണ്ണം ഒരു പേഷ്യന്റ് യൂസ് ചെയ്യുന്നുണ്ട്, പേഷ്യൻസ് യൂസ് ചെയ്യുന്ന ബെഡിന്റെ നമ്പർ. ഓക്കെ, ക്ലിയർ ആണോ അത്? പിന്നെ മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ആ മൂന്നെണ്ണം ക്ലിയർ അല്ലേ? ക്ലിയർ ആ മിസ്. HRM എന്തൊക്കെയാണ് വരുന്നത്? HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ നല്ലൊരു പ്രവർത്തനത്തിന് എന്താണ് പ്രധാന പങ്ക് വഹിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, വരുന്നത് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്? എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. അതിലെന്താ പറയുന്നത്? എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ അതിന്റെ ഒരു പെർസെന്റേജ്. പിന്നെന്തായിരുന്നു? അട്രീഷൻ റേറ്റ് എന്തായിരുന്നു? അട്രീഷൻ റേറ്റ് എന്തായിരുന്നു? ചിലപ്പോൾ ചില എംപ്ലോയീസ് ഹോസ്പിറ്റലിൽ ഇട്ട് പോകേണ്ടി വരും അവരുടെ റേറ്റ്. സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായതിന്റെ പേരിലോ ചില പേഷ്യൻസിന് മീൻസ് എംപ്ലോയീസിന് വർക്കേഴ്സിന് ഹോസ്പിറ്റലിൽ നിന്നും വിട്ടുപോകേണ്ടി വരാം. ഓക്കെ, അത്തരം ആ എംപ്ലോയീസിന്റെ റേറ്റ്. പിന്നെന്തായിരുന്നു? അബ്സെന്റിസം റേറ്റ് എന്താണ്? എംപ്ലോയീസ് ആബ്സെന്റ് ആവുന്നതിന്റെ റേറ്റ്. ആബ്സെന്റ് ചിലപ്പോൾ വ്യക്തിപരമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കാരണമാലോ അവർക്ക് ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാറില്ല. അത്തരം ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അത്തരം എംപ്ലോയീസിന്റെ റേറ്റ്. ഓക്കെ, പിന്നെന്താണ്? വെൽഫെയർ സ്കീംസ്. എംപ്ലോയീസിന് എന്താണ് വെൽഫെയർ സ്കീംസ് ഉണ്ട് അല്ലെങ്കിൽ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത്തരം ഇൻഫോം ചെയ്തിട്ടുള്ള എംപ്ലോയീസിന്റെ പെർസെന്റേജ്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പോ HRM ക്ലിയർ ആയോ? പിന്നെന്താണ് ഡിസ്ചാർജ് സമ്മറിയിൽ എന്താ പറയുന്നത്? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജിന് എടുക്കുന്ന സമയം. പിന്നെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പോൾ എക്യുപ്മെന്റ്സ് ഒക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് കംപ്ലൈന്റ് ഉണ്ടായാലും അത് മെയിൻ്റനൻസ് ചെയ്യണം. ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ പോയിന്റ് ആണ് പറയുന്നത്? ബ്രേക്ക് ഡൗൺ ടൈം. ബ്രേക്ക് ഡൗൺ ടൈം, അതായത് ഒരു എക്യുപ്മെന്റ് തകരാറിലാകുന്ന ആ ടൈം മുതൽ അത് നന്നാക്കുന്ന ടൈം വരെ എടുക്കുന്ന ആ ഡ്യൂറേഷനെയാണ് എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു? എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. ഒരു ഹോസ്പിറ്റൽസിൽ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റിന്റെ എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള റേറ്റ് ആണ്, അല്ലെങ്കിൽ എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു? ഹോസ്പിറ്റൽസ് ഫോളോ ചെയ്യേണ്ട അക്രഡിറ്റേഷന് വേണ്ടി ഫോളോ ചെയ്യേണ്ട എന്തൊക്കെ എലിജിബിലിറ്റി ആണുള്ളത്? എന്തൊക്കെ പോയിന്റ് ആണ്? അനാബ് രണ്ടായിട്ട് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലെസ് ദാൻ 50 ബെഡ്സും മോർ ദാൻ 50 ബെഡ്സും. ലെസ് ദാൻ 50 ബെഡ്സ് വരുന്ന ഹോസ്പിറ്റൽസ് ഏതാണ്? SHCOയിലാണ് വരുന്നത് അല്ലേ? ദെൻ മോർ ദാൻ 50 ബെഡ്സ് ആണെങ്കിലോ HCOയിലാണ് വരുന്നത്. പിന്നെ എന്താണ് പറയുന്നത്?
പേഷ്യന്റിന്റെ മിനിമം പേഷ്യന്റ് എത്രയാണ് 30% ആയിരിക്കണം മിനിമം. ഓക്കെ. പിന്നെ നാബ് പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവർ പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും ഹോസ്പിറ്റൽസ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് പാലിക്കാനായിട്ട് അവർ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ. പിന്നെന്താണ് പറയുന്നത്? മിനിമം 3 months വരെയെങ്കിലും ഈ നാബ് പറയുന്ന ഈ അക്രഡിറ്റേഷൻസ്, ഈ നാബ് പറയുന്ന സ്റ്റാൻഡേർഡ്സ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ ഈ സ്റ്റാൻഡേർഡ്സ് ഈ ഓർഗനൈസേഷന് വേണ്ടി, ഈ സ്റ്റാൻഡേർഡ്സ് എല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ്. ഓക്കെ. അല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസിന് വേണ്ടിയിട്ടല്ല. ഓക്കെ. മൊത്തത്തിൽ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള യൂസിന് വേണ്ടിയാണ് ഈ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസിനും ഈ സ്റ്റാൻഡേർഡ്സ് ബാധകമാണ്. ക്ലിയർ ആയോ അത്? അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ MCQ അയച്ചു തന്നേക്കാം കേട്ടോ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ MCQ ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തു ജാസ്മിൻ, ഷാരോൺ? ഓക്കെ. ഒരു സെക്കൻഡ് വെയിറ്റ് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഏതായിരുന്നു? ഓക്കെ. ഇപ്പൊ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അതർവൈസ് കോൾഡ് എന്താണ്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് ഏതായിരുന്നു? അതിലെ കറക്റ്റ് ആൻസർ ഏതായിരുന്നു? ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഏതായിരുന്നു? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലേ? Then dash event is a patient safety event that result in death, permanent harm which are related to the natural course of the patient illness or underlying condition. ഏത് ഇവന്റ് ആണിത്? നമ്മളൊരു ഇവന്റിനെ കുറിച്ച് പഠിച്ചു ലാസ്റ്റ് ക്ലാസ്സിൽ. അതേതായിരുന്നു? അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അതിന് പറയുന്ന പേരെന്താണ്? സെന്റിനൽ ഇവന്റ്. ഓക്കെ. ഓർക്കുന്നുണ്ടോ ഷാരോൺ, ജാസ്മിൻ? സെന്റിനൽ ഇവന്റ്. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഡസ് IPD മീൻ? എന്താണ് IPD? ഇൻസിഡൻസ് നീഡിങ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് എന്താണ്? ഔട്ട് പേഷ്യന്റ് എന്താണ്? OPD. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാത്ത പേഷ്യൻസ്, ജസ്റ്റ് കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്ന പേഷ്യൻസ്. അങ്ങനെയാണെങ്കിൽ ഇൻപേഷ്യന്റ് എന്താണ്? ട്രീറ്റ്മെന്റിനായിട്ട് അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ്. ഓക്കെ. അപ്പൊ IPD എന്താണ്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഡാഷ് ഹെൽപ്സ് പ്രിവെന്റ് ആൻഡ് ഐഡന്റിഫൈ ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷസ് ഏജന്റ്സ് ഇൻ എ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നേഴ്സിന്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണിത്? ആ ഡിപ്പാർട്ട്മെന്റിനെ മോണിറ്റർ ചെയ്യുന്നത് ആരായിരുന്നു? ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ഓക്കെ. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ക്ലിയർ ആണോ അത്? ഷാരോൺ, ജാസ്മിൻ ക്ലിയർ ആയോ? ക്ലിയർ ആണ്. Okay, last one. Dash is a special room in hospital where surgeons carry out medical operations. അതേതാണ്? അതേത് ഡിപ്പാർട്ട്മെന്റ് ആണ്? അല്ലെങ്കിൽ ഏത് റൂമാണിത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണോ? ഓപ്പറേഷൻ തിയേറ്റർ ആണോ? ഫിസിക്കൽ തെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ആണോ? അല്ലെങ്കിൽ നൺ ഓഫ് ദി അബവ്? ഏതായിരുന്നു ഇതില്? Dash is a special room in hospital where surgeons carry out medical operations. ഓപ്പറേഷൻ തിയേറ്റർ. ഏതായിരുന്നു? ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ. ഇതിന്റെ MCQ അയച്ചു തന്നേക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യുന്നിട്ടേ ക്ലാസ്? ടീച്ചർ നെക്സ്റ്റ് ഏത് ചാപ്റ്റർ ആണ്?
നെക്സ്റ്റ് ഞാൻ സെൻഡ് ചെയ്തേക്കാട്ടോ, മെസ്സേജ് ചെയ്യാട്ടോ. എന്റെ കയ്യിൽ അതിന്റെ ഇല്ല. ഓക്കെ ഓക്കെ, ഞാൻ അറിയിച്ചേക്കാം. ഓക്കെ. താങ്ക് യു ടീച്ചർ. താങ്ക് യു.